ഹോമിലെ എക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള badge.svg എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മാതൃകയിലുള്ളതുപോലെ ഒരു ബാഡ്ജ് ഡിസൈൻ തയ്യാറാക്കുക. സൂചനകൾ: വൃത്തത്തിന് മധ്യത്തിലായി മറ്റൊരു വൃത്തം കൂടി നിർമ്മിച്ച് വലിപ്പം ക്രമീകരിക്കുക. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മധ്യത്തിലുള്ള വൃത്തത്തിനനുസരിച്ച് ക്രമീകരിക്കുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സ് ആൻഡ് 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫയലായി എക്സ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം: Open the file badge.svg given in the X and Documents folder in Home in Inkscape software and create a design of a badge as shown in the model given below. Hint: make another circle in the middle of the circle, adjust its size, type the text and arrange it according to the circle in the middle. Export the image as PNG file to the X and 10 folder in Home with your register number _ question number as the file name. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ആദ്യം ചെയ്യുവാനുള്ളത് badge.svg എന്ന ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സിൽ തന്നെയാണ് ഫയലുള്ളത്. അതിലെ badge.svg ആണ് തുറക്കേണ്ടത്. അത് തുറക്കുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. ഇനി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വൃത്തത്തിന് മധ്യത്തിലായി മറ്റൊരു വൃത്തം കൂടി നിർമ്മിച്ച് വലിപ്പം ക്രമീകരിക്കുക എന്നതാണ്. അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അതിനു മുമ്പ് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നിറം ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രേ ആണ്. കളർ പാലറ്റിൽ നിന്ന് അതിനനുയോജ്യമായ നിറം സെലക്ട് ചെയ്യുക. ഇനി അതിനെ ഇതുപോലെ ചെറുതാക്കണം. കൺട്രോൾ കീയിലും ഷിഫ്റ്റ് കീയിലും ഒരുമിച്ചമർത്തിക്കൊണ്ട് അതിനെ ചെറുതാക്കുക. ഇതുപോലെ ചെറുതാക്കുക. അടുത്തതായി സ്കൂൾ കലോത്സവം വളണ്ടിയർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യാനായി ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. സ്കൂൾ കലോത്സവം വളണ്ടിയർ. അതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബോൾഡ് ആക്കുന്നു. ഇതിൻ്റെ സൈസ് ലേശം കുറയ്ക്കുന്നു. ഇനി ഇതിനെ ബാഡ്ജിനുള്ളിലെ വൃത്തത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഏകദേശം ഒരു 2 ഇരട്ടി വലിപ്പം വരുന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ചു വെച്ചു. ടെക്സ്റ്റ് ഇപ്പോൾ സെലക്ഷനിലാണ്. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് സെൻറ്ററിൽ കാണുന്ന വൃത്തത്തെയും സെലക്ട് ചെയ്തു. ഇനി മെനു ബാറിലെ ടെക്സ്റ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. പുട്ട് ഓൺ പാത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സെലക്ഷൻ കളയുവാൻ വേണ്ടി പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ടെക്സ്റ്റിൻ്റെ മേലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഷിഫ്റ്റ് കീയിലും കൺട്രോൾ കീയിലും അമർത്തിക്കൊണ്ട് ലേശം അതിനെ വലുതാക്കുന്നു. ചെറിയ രീതിയിലൊന്ന് വലുതാക്കിയാൽ മതി. ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടി ഭംഗിയായി ക്രമീകരിക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൗസ് പോയിന്റർ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്ക് ആരോ കീയും സ്പേസ് ബാറും ഉപയോഗിച്ച് വളണ്ടിയർ എന്നതിനെ ഇതുപോലെ ക്രമീകരിക്കുന്നു. സ്കൂൾ കലോത്സവം വളണ്ടിയർ എന്നതിൻ്റെ നിറം പരിശോധിക്കുക. മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം കൊടുക്കുവാൻ വേണ്ടി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ കളർ പാലറ്റിൽ നിന്നും മഞ്ഞ നിറം കൊടുക്കുന്നു. ബാഡ്ജ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി തയ്യാറാക്കിയ ചിത്രത്തെ ഹോമിലെ എക്സ് ആൻഡ് 10-ൽ എക്സ്പോർട്ട് ചെയ്യണം. PNG ഫയലായിട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിനെ PNG ഫയലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ജാലകത്തിൽ ഡ്രോയിങ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ് ആൻഡ് 10 ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഇവിടെ പേര് നൽകുന്നു. പേര് നൽകി ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ടിങ് കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ എക്സ്പോർട്ട് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴേ എക്സ്പോർട്ടിങ് നടക്കുകയുള്ളൂ. ക്ലിക്ക് ചെയ്തു. ഹോമിലെ എക്സ് ആൻഡ് 10 ഫോൾഡർ തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്.